ഹലോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ഒരു മോർണിംഗ് വ്ളോഗാണ്. ഒരു ബിസി ആയിട്ടുള്ള ഒരു മോർണിംഗ് ഡെയിലി റുട്ടീനാണ്. അപ്പോൾ ഞാൻ ആദ്യം എഴുന്നേറ്റതിന് ശേഷം മോർണിംഗ് പ്രെയറും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേനും കിച്ചണിൽ കയറി. അപ്പോൾ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് സാറയുടെ സ്നാക്ക് ബോക്സ് പ്രിപ്പറേഷനാണ്. അപ്പോൾ ഇന്ന് മോൾക്ക് ഏത്തപ്പഴം ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. കോക്കനട്ട് ഓയിലിൽ ചെറുതായിട്ട് ഏത്തപ്പഴം ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് തിരക്ക് പിടിച്ച് ഓരോന്നോരോന്നായിട്ട് റെഡിയാക്കുകയാണ്. പിന്നെ ഫ്രൂട്ടായിട്ട് 2 പ്ലമ്മും കഴുകി എടുത്തിട്ടുണ്ട്, പേരയ്ക്കായും. അതാണ് ഫ്രൂട്ടായിട്ട് ഇന്ന് കൊടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പേരയ്ക്ക എന്ന് പറയുന്ന സാധനം വലിയ ഇഷ്ടമല്ല സാറാക്ക്, എങ്കിലും ജസ്റ്റ് ഒന്ന് കൊടുത്തു വിടാം എന്ന് വിചാരിച്ചു. പേരയ്ക്ക ഭയങ്കര മടിയാണ്. പിന്നെ നഗറ്റ്സ് പാക്കറ്റിൽ ഒരു 3 നഗറ്റ്സ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് സെയിം എണ്ണയിൽ തന്നെ പഴം പൊരിച്ച് കോരി ആ എണ്ണയിൽ തന്നെ അതും കൂടെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓരോന്ന് റെഡിയാകുകയാണ്. അപ്പോൾ ഫ്രൂട്ട്സ് റെഡിയാക്കി, അതുപോലെ തന്നെ ഏത്തപ്പഴം പൊരിച്ചത്, പിന്നെ നഗറ്റ്സ് ഫ്രൈ ചെയ്യുന്നു. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ റെഡിയാക്കുകയാണ്. അപ്പോൾ പിന്നെ വേഫേഴ്സ് ഇരിപ്പുണ്ടായിരുന്നു, നമ്മുടെ ഹേസൽനട്ട് ഫ്ലേവറിലുള്ള വേഫേഴ്സ് ഇരിപ്പുണ്ടായിരുന്നു. അതും കൂടി 1-2 എണ്ണം വെച്ചേക്കാമെന്ന് വിചാരിച്ചു. പിന്നീട് ഇതെന്ന് പറയുന്നത് ഞാൻ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, സാറാക്ക് സർപ്രൈസായിട്ട് ഒരു ടാബ് വാങ്ങിച്ചെന്ന്. അപ്പോൾ വളരെ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലിപ്പ് കവറും കൂടി ആ ടാബിന് ഇട്ടിട്ടുണ്ട്. കാര്യം വെച്ചാൽ സ്ക്രീനൊക്കെ പിള്ളേർ ടച്ച് ചെയ്യുമ്പോൾ ഫിംഗേഴ്സ് കൊണ്ട് ടച്ച് ചെയ്യുമ്പോഴത്തേനും അത് വൃത്തികേടാവുന്നുണ്ടല്ലോ. അപ്പം നല്ല വൃത്തിയായിട്ട് നല്ല സൂക്ഷിക്കാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലിപ്പ് കവറ് സാറായ്ക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ഇന്ന് ക്ലാസ്സിലെ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് കളർ പേപ്പർ വേണം. അപ്പോൾ ടീച്ചർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇനി 2 കളർ പേപ്പേഴ്സ് ഇന്ന് ക്ലാസ്സിൽ കൊടുത്തു വിടണമെന്ന്. അപ്പോൾ അത് റെഡിയാക്കുകയാണ്. പിന്നെ ഇത് അവളുടെ മൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാം പുതിയതായിട്ട് ബാഗിൽ നിന്ന് എടുത്ത് ഒന്ന് പൊടി തട്ടിയൊക്കെ വെക്കണമല്ലോ. അപ്പോൾ അവൾക്കിന്ന് ഖുറാൻ ക്ലാസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒരു മഫ്ത, പിന്നെ ഒരു ഡ്രസ്സ് ഒരു ജോഡി ഡ്രസ്സ് കൊടുത്തു വിടണം. പിന്നെ ടർക്കി, പിന്നെ സാറയുടെ റെഗുലർ സ്കൂൾ ഡയറി, പിന്നെ ഇന്ന് കളർ പേപ്പർ കൊടുത്തുകൊണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു യെല്ലോ പേപ്പറും ഒരു ഗ്രീൻ പേപ്പറും എടുത്ത് വെച്ചിട്ടുണ്ട്. എനി ടു പേപ്പറാണ്, എനി എന്ത് കളർ വേണമെങ്കിലും ആവാം. അപ്പോൾ പെട്ടെന്ന് ഹറിബറി ആയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ സ്നാക്സും ഫ്രൂട്ട്സും വാട്ടർ ബോട്ടിലും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് സ്നാക്ക് ബോക്സിലേക്ക് ഓരോന്നോരോന്നായിട്ട് വെക്കുക എന്നുള്ളതാണ് പരിപാടി. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ഈ ഒരു സംഭവം ആകുന്നത് വരെ ഒരു സ്നാക്ക് ബോക്സ് രാവിലെ ആക്കുന്നത് ഒരു ടെൻഷനാണ്. അപ്പോൾ അത് ഓൾമോസ്റ്റ് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ റിലാക്സായി, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ സാറാനെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി സാറാടെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് കുറച്ച് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റും കഴിപ്പിച്ച് കഴിഞ്ഞാൽ ഇതാണ് ഒരു തിരക്ക് പിടിച്ച കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഓരോന്നോരോന്ന് റെഡിയാക്കുക. കാരണം 2 വേഫേഴ്സ് വെച്ചിട്ടുണ്ട്, കുറച്ച് കട്ട് ചെയ്ത് പേരയ്ക്ക വെച്ചു, 1 പ്ലം വെച്ചു, പിന്നെ ഒരു 2 നഗറ്റ്സ് വെക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ഏത്തപ്പഴം പൊരിച്ചതും വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മോളുടെ ഇന്നത്തെ സ്നാക്ക് ബോക്സ് എന്ന് പറയുന്നത്. ഇവിടെ സാറായ്ക്ക് നമ്മൾ മോർണിംഗ് ബാച്ചിലാണ് സാറ സ്കൂളിൽ പോകുന്നത്. അപ്പം നമുക്ക് ചൂസ് ചെയ്യാം, മോർണിംഗ് ബാച്ച് ഫസ്റ്റ് ബാച്ച് വേണോ സെക്കൻഡ് ബാച്ച് വേണോ എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പം നമ്മളുടെ സാറയുടെ സ്കൂൾ ടൈം എന്ന് പറയുന്നത് ഒരു 7 to 11 ആ ഒരു ടൈമാണ്. അപ്പോൾ വേറെ കുട്ടികൾക്ക് സെക്കൻഡ് ടൈം ബാച്ചിൽ പോകുന്നവർക്ക് അടുത്തത്. അപ്പോൾ നമ്മളെന്താണേലും രാവിലെ, അതുകൊണ്ട് തന്നെ മോളൊരു 11 മണിയാകുമ്പോൾ അവളുടെ ക്ലാസ് കഴിയും. പിന്നെ ഇച്ചിരി ട്രാവൽ ഉള്ളതുകൊണ്ട് വീട്ടിലെത്തുമ്പോഴത്തേനും ഒരു 11:45 അങ്ങനെയൊക്കെ ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലഞ്ച് ബോക്സ് പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നും ഇല്ല. കാര്യം മോളിപ്പോൾ KG1 ആണ്. അപ്പോൾ KG1ഉം KG2 ഒന്നും ലഞ്ച് ബോക്സ് പ്രിപ്പറേഷൻ ഇല്ല, ഓൺലി സ്നാക്ക് ബോക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സാറയുടെ യൂണിഫോമും കാര്യങ്ങളും എല്ലാം ഞാൻ അയൺ ചെയ്ത് മാറ്റി. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ പ്രഭാതം ഭയങ്കര ഇപ്പം ഈ ഒരു സാറയുടെ ഈ വെളുപ്പം കാലത്തുള്ള സ്കൂളിൽ പോക്കൊക്കെ കാരണം ഇങ്ങനെയുള്ള കുറച്ച് ഗുണങ്ങളൊക്കെയുണ്ട്. പുറത്തോട്ടിറങ്ങി ഡോറൊക്കെ ഒന്ന് രാവിലെ തുറന്നിടും, അതിനുശേഷം പുറത്തെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാൻ പറ്റും. സാറാമോൾ സലാമൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞ് സാറാമോൾ ഇറങ്ങുകയാണ്. അവളുടെ ബസ് ടൈം ആയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം അവരെ വിട്ടതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രിപ്പറേഷനിലാണ്. ഇപ്പോൾ രാവിലത്തെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് സ്നാക്ക് ബോക്സ് പ്രിപ്പറേഷനാണ്. സെക്കൻഡ് ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ
ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ദിവസം ഡിന്നറിന് എടുത്തില്ല, ഇപ്പോൾ എടുക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നൈറ്റ് കടല വേവിച്ച് വെച്ചിരുന്നു. അപ്പോൾ ഇനിയാണ് താളിച്ചൂറ്റലും അതുപോലെ തന്നെ തേങ്ങ അരച്ച് ചേർക്കൽ പരിപാടീസൊക്കെ ഇനിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിച്ചു, ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ടു, കറിവേപ്പില ഇട്ടു. നന്നായിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് കിടന്ന് മൂക്കട്ടെ. നന്നായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും ആണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ് വരത്തുള്ളൂ. ഈ ഒരു പച്ച മണം മാറിയ ഉടനെ തന്നെ നമ്മൾ കറി എടുത്ത് അതിലേക്ക് തട്ടരുത്. നമ്മുടെ ഒന്ന് ഫ്രൈ ആവണം. നമ്മുടെ ഗാർലിക്കും അതുപോലെ തന്നെ ഉള്ളിയും ഒന്ന് ഫ്രൈ ആവണം. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് ഞാൻ വത്തൽമുളക് ഇടുന്നുള്ളൂ, അല്ലെങ്കിൽ വത്തൽമുളക് കുറച്ച് മൂത്ത് പോകും, കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഏറ്റവും ലാസ്റ്റ് വത്തൽമുളക് ഇട്ടു. അപ്പോൾ താളിച്ചൂറ്റുക. അപ്പോൾ തലേ ദിവസം ഞാൻ കടലക്കറി എന്താ ചെയ്തു വെച്ചതെന്ന് വെച്ചാൽ ഒരു അര തക്കാളി, സവോള, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, അതുപോലെ തന്നെ സ്പൈസസ് ആയിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് പെരുംജീരകപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ട് എന്ത് ചെയ്തു കടലക്കറി ചെയ്തു വെച്ചു. അപ്പോൾ കടലക്കറി ഒന്ന് ആറിയതിന് ശേഷം അതെന്ത് ചെയ്തു, ഒരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് അടച്ചു വെച്ചു. അപ്പോൾ ആ കണ്ടെയ്നർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. അതിന് ശേഷം തണുപ്പൊക്കെ മാറിയതിന് ശേഷം കടലക്കറി താളിച്ച് ഊറ്റൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ താളിച്ചൊക്കെ ഊറ്റി കുറേ നേരം അതങ്ങനെ കിടക്കണം. അപ്പോൾ കുറച്ച് നേരം ആ താളിച്ച ഐറ്റംസിൻ്റെ കൂടെ ലോ ഫ്ലെയിമിൽ കുറേ നേരം കിടക്കണം. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല മാവ് പോലെ പഞ്ഞി പോലെ എന്തോ പോലെ അരച്ചെടുക്കുകയാണ്. അപ്പോൾ അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കാണുമ്പോഴത്തേനും കടലക്കറിക്ക് ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയൊക്കെ ഫീൽ ചെയ്യും. അത് നിങ്ങൾ കാര്യമാക്കണ്ട. കാര്യം വെച്ചാൽ ഞാൻ ലോ ഫ്ലെയിമിലിട്ട് അത് ഞാൻ നമ്മുടെ പാകത്തിന് ആക്കിയെടുക്കും. ഇത് കണ്ടോ, ഇപ്പോൾ എന്ന് പറയുന്നത് വളരെ ലൂസായിട്ട് ലൂസായിട്ട് ഇതൊന്നും നമ്മുടെ വീട്ടിൽ പോകത്തില്ല. ഈ ഒരു പരുവത്തിലൊക്കെ ഒന്ന് ചൂടാക്കി തിളപ്പിച്ചാക്കിയിട്ട് കഴിഞ്ഞാൽ മോളും കഴിക്കത്തില്ല, ഇക്കയും കഴിക്കത്തില്ല. അപ്പം ഭയങ്കര ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മുടെ കറിയുടെ പരുവെന്ന് പറയുന്നത് ഇതാണ്. കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, അത്യാവശ്യം ടേസ്റ്റി ആണെന്നുള്ള മനസ്സിലാവുമല്ലോ. അപ്പോൾ തേങ്ങ ഒക്കെ അരച്ച് ചേർത്ത് കുറേ നേരം കിടന്ന് കുറുകി, ഒരുപാട് കുറുക്കി ഡ്രൈ ആക്കണ്ട, കാരണം നമുക്ക് ഇത് അപ്പത്തിനും പുട്ടിനും ഒക്കെ എടുക്കാനുള്ളതാണ്. അപ്പോൾ ഒരു സെമി ഗ്രേവി കൺസിസ്റ്റൻസി, അതാണ് നമ്മുടെ സാധാരണ കടലക്കറിയുടെയും ചിക്കൻ കറിയുടെയും ബീഫ് കറിയുടെയും മട്ടൻ കറിയുടെയും എല്ലാ കിഴങ്ങ് കറിയുടെയും ഏത് കറിക്കും നമുക്ക് ലൂസ് പറ്റത്തില്ല. നമ്മളൊരു സെമി ഗ്രേവി കൺസിസ്റ്റൻസിയിൽ ഒരു ടേസ്റ്റോട് കൂടിയിട്ടേ അതൊക്കെ കഴിക്കത്തുള്ളൂ. ഓക്കെ, അതിന് ശേഷം പിന്നീടെന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളയപ്പത്തിൻ്റെ മാവെടുത്ത് തണുപ്പൊക്കെ പോകാൻ വേണ്ടി വെച്ചു. അതിന് ശേഷം ഒരു നുള്ളു ഉപ്പും ആവശ്യത്തിന് സോഡാപ്പൊടിയൊക്കെ ചേർത്ത് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോഴത്തേന് അപ്പം ഓരോന്നായിട്ട് ചുട്ടു തുടങ്ങും. പിന്നെ നമ്മൾ അതിന് ശേഷം രാവിലെ ചായ 2 ഗ്ലാസ് പാല് വെച്ചു. സാറാക്ക് പിന്നീട് സ്കൂൾ വിട്ട് വരുമ്പോൾ പിന്നീടാണ് സാറാക്ക് പാല് വെക്കത്തുള്ളൂ. ഇത് നമുക്ക് വേണ്ടിയിട്ടുള്ള 2 ഗ്ലാസ്. അപ്പോൾ ഏലക്ക ആക്കിയിട്ട് ഇനി പഞ്ചാര അതുപോലെ തന്നെ തേയിലപ്പൊടിയൊക്കെ ഇട്ട് അതൊന്ന് റെഡിയാക്കി എടുക്കണം. അതിന് ശേഷം എല്ലാം കഴിഞ്ഞ് ഹറിബറി ഇപ്പോൾ പെട്ടെന്ന് ചെയ്യുകയാണ്. അപ്പോൾ ഇക്കാക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ്, ഇക്കാക്ക് ഓഫീസിൽ പോകാൻ ടൈമായി. ഇപ്പോൾ 1 ഗ്ലാസ് ചായയും അതുപോലെ തന്നെ കടലക്കറിയും വെള്ളയപ്പൊക്കെ കഴിച്ച് ഇക്ക ഓഫീസിലേക്ക് പോയി. അതിന് ശേഷം ഇത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ്. ഞാൻ ഭയങ്കര റിലാക്സ് ചെയ്ത് ആസ്വദിച്ച് കാം ആൻഡ് ക്വയറ്റായിട്ട് റിലാക്സ് ചെയ്ത് കഴിക്കത്തുള്ളൂ. ഇക്ക ഹറിബറി ഓടിച്ചാടി കഴിച്ചിട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് 1 ഗ്ലാസ് അടിപൊളി ചൂട് ചായയും പിന്നെ കടലക്കറി. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ചുമ്മാ തന്നെ ഉണ്ടാക്കിയിട്ട് പൊക്കി പറയുന്നതല്ല, അടിപൊളി കടലക്കറി. ഈ കടലക്കറിയുടെ ടേസ്റ്റ് കൂടിയിട്ട് കടലക്കറി നല്ല രുചിക്ക് ഞാൻ മാക്സിമം വെക്കാൻ നോക്കും. എന്നാന്ന് വെച്ചാൽ ആദ്യ കാലങ്ങളിലൊക്കെ എൻ്റെ കടലക്കറിയും എൻ്റെ സാമ്പാർ, എൻ്റെ പരിപ്പ് ഒക്കെ കംപ്ലീറ്റ് ഫ്ലോപ്പായിരുന്നു. അപ്പോൾ ഒറ്റ ബൗൾ എടുത്ത് വലിച്ചെറിയും, എന്ന് വെച്ചാൽ വേസ്റ്റ് ബിന്നിൽ കൊണ്ട് കളയുമായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഭയങ്കരമായിട്ട് വിഷമമായിരുന്നു എനിക്ക്, ഭയങ്കരമായിട്ട്. കാരണം ഒന്നും എഫക്റ്റീവ് ആകുന്നില്ല അങ്ങോട്ട്. അങ്ങനെ പിന്നീടാണ് അങ്ങ് മാക്സിമം ടേസ്റ്റ് ആക്കണം എന്ന് തോന്നിയത്. അപ്പോൾ കടലക്കറി ആണെങ്കിലും പരിപ്പ് കറി ആണെങ്കിലും ഇപ്പോൾ സാമ്പാറൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ, എൻ്റെ കടലക്കറി കഴിക്കുമ്പോൾ ഞാൻ തന്നെ വെച്ചതാണെന്നുള്ളൊരു ഫീലൊക്കെ എനിക്ക് തോന്നാറുണ്ട്. കാരണം അത്രയും ടേസ്റ്റ് വൈസ് അടിപൊളിയാണ്. അപ്പോൾ ഇക്ക ഇറങ്ങി, ഇക്ക ഓഫീസിലേക്ക് പോയി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ആസ്വദിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം കൊച്ചിനെ വിളിക്കാൻ വേണ്ടി താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പുറത്തെന്ന് പറയുന്നത് ഭയങ്കര വെയിലാണ്,
ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, ഒരു 40 ഡിഗ്രിയിലൊക്കെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇനി കുറേ നാളത്തേന്. ഒരു നവംബറെങ്കിലും ആവണം, നമ്മുടെ ക്ലൈമറ്റിന് എന്തെങ്കിലും ഒരു ഡിഫറൻസ് വരണം, ഒരു സമാധാനം കിട്ടണമെങ്കിൽ നവംബറൊക്കെ ആവണം. ഇനിയിപ്പം ഇൻഷാ അല്ലാ നവംബറും കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം ഞാൻ, അതായത് നമ്മുടെ ഔട്ട്ഡോർ പരിപാടിയൊക്കെ നമ്മൾ പിടിക്കുന്നത് നവംബർ സമയങ്ങളിലൊക്കെ ആയിരിക്കും. അപ്പോൾ കൂടുതലായിട്ടുള്ള പുറത്തെ ദുബായ് വിശേഷങ്ങളും UAE വിശേഷങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാം, ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം നമുക്ക് ഈ മാളും റെസ്റ്റോറൻറ്റ്സും വീടും അങ്ങനെയുള്ള കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ എൻ്റെ വ്യൂവേഴ്സിന്, എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എനിക്ക് കാണിക്കാൻ നിവൃത്തിയുള്ളൂ. അതിനുശേഷം സാറ ഇത് ഭയങ്കര ഹാപ്പി ആയിട്ട് ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി വന്നു. സാറക്ക് സ്കൂളിൽ ഓരോ ദിവസവും, ഇവിടെ UAE അങ്ങനെയൊക്കെയാണ്, ഓരോ ദിവസവും കുഞ്ഞുങ്ങൾക്ക് ന്യൂ ഇൻഫർമേഷൻസ് കിട്ടിക്കൊണ്ടിരിക്കും. ഓരോ ദിവസവും ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ പീസ് ഡേ ആയിരുന്നു. അപ്പോൾ പീസ് ഡേ സെലിബ്രേഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു കിരീടമൊക്കെ വെച്ചിട്ടാണ് അവൾ വന്നത്. അപ്പം അപ്പോൾ സാറ ഭയങ്കര ഹാപ്പിയാണ്. ഓരോ ദിവസം ഇങ്ങനെ ഓരോ ഐറ്റംസുമായിട്ടാണ് സ്കൂളിൽ നിന്ന് വരുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഓരോ കാര്യങ്ങൾ, ഓരോ ആക്ടിവിറ്റീസ് ചെയ്തു, ഇന്നത് ചെയ്തു, ഇന്ന് ചെയ്തു. പിന്നെ ഒരു പ്രത്യേക രസം, എല്ലാ ഡേയും സെലിബ്രേറ്റ് ചെയ്യും. ഫാദേഴ്സ് ഡേ ആണെങ്കിലും, മദേഴ്സ് ഡേ ആണെങ്കിലും, ബ്രദേഴ്സ് ഡേ ആണെങ്കിലും, ഡോട്ടേഴ്സ് ഡേ ആണെങ്കിലും, അങ്ങനെ എല്ലാ ഡേ, പീസ് ഡേ ആണെങ്കിലും, എൻവയോൺമെൻറ്റൽ ഡേ ആണെങ്കിലും, നാട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണ്, എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോയിൽ എന്താ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, എൻ്റെ രാവിലത്തെ കുറച്ച് ഭയങ്കര തിരക്ക് പിടിച്ചിട്ടുള്ള കുറച്ച് ഹറിബറി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇൻ്റർനാഷണൽ പീസ് ഡേയുടെ സാറയുടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.